സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ പാർട്ട് 2 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉർവശി മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയണേ, അമ്മയുടെ ആരോഗ്യമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്നാണ് ചന്ദ്രേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ അമ്മയുടെ ഈ തടിയൊക്കെ കുറഞ്ഞ് അമ്മയെ നല്ല പെർഫെക്റ്റ് ഫിറ്റാക്കും ഞാൻ. ഈ സമയത്തായിരിക്കോട്ടോ കൽപ്പന ബക്കറ്റും തുണിയൊക്കെ ആയിട്ട് അതുവഴി വരുന്നത്. അല്ല കൽപ്പനെ, നീ ഇതെങ്ങോട്ടാ? ഞാനിവിടെ ജനലിലെ ഷെൽഫിലെ പൊടിയൊക്കെ ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചു. അല്ല, നിന്നോട് ഞാൻ വേറെ ജോലിയല്ലേ ചെയ്യാൻ പറഞ്ഞത്, എന്നിട്ട് നീ എളുപ്പമുള്ള പണി നോക്കി തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലേ. നീ അതെവിടെ വെച്ച്? ഞാനേ അമ്മയുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അമ്മയ്ക്ക് ഈരായിട്ട് തടി കൂടുന്നുണ്ടല്ലോ, ഈ പ്രായത്തിൽ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പം ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ. ഒരു കാര്യം ചെയ്യ്, അമ്മതേ ഈ ബക്കറ്റും തുണിയൊക്കെ എടുത്തിട്ട് ഈ ജനലിലെ പൊടിയൊക്കെ തട്ടാൻ നോക്ക്. അതാകുമ്പോൾ പ്രത്യേകിച്ച് ആയാസമൊന്നുമില്ലല്ലോ, മാത്രമല്ല ശരീരമൊക്കെ ഒന്ന് ഇളകുകയും ചെയ്യും. അപ്പോൾ അതോടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പൊക്കെ അങ്ങ് അലിഞ്ഞില്ലാതാകും. ഓ ശരി ഉർവശി, ഞാൻ ചെയ്തോളാം, ചെയ്യാതിരിക്കാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അത് വാങ്ങി ജനലിലെ പൊടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുവാണ്. അത് കണ്ട സന്തോഷത്തോടെ ദൂരെ മാറി നോക്കി നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയൊക്കെ. അന്നേരം കൽപ്പന പറയണേ, എൻ്റെ ചെറിയമ്മേ സമ്മതിച്ചു. ചെറിയമ്മേനുണ്ടല്ലോ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ആൾക്കാർക്ക് പണി കൊടുക്കാനായിട്ട് നിർത്തണം. എന്ത് സിമ്പിളായിട്ടാണ് അമ്മയെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പിന്നല്ലാതെ നമ്മളെ കുറേ ദ്രോഹിച്ചിട്ടുള്ളതല്ലേ ഇവർ. കിടന്ന് അനുഭവിക്കട്ടെ, നീ വാ കൽപ്പനെ എന്നും പറഞ്ഞ് അവർ രണ്ടാളും കൂടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കട്ടോ പത്മിനി അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് പത്മിനി അമ്മയുടെ അരികിൽ കൂടി വരുക. അമ്മേ എന്തായി കാണിക്കുന്നത്? അമ്മ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ തട്ടണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്യില്ലേ? വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചു. എത്ര നേരം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ മുഖം കണ്ടാലും അറിയാം ആരായി ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. ഉർവശി അറിയോ? പത്മിനി അവരങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. നമ്മളെ ദ്രോഹിക്കാനുള്ള അടുത്തോളം എത്ര വേണമെങ്കിലും ദ്രോഹിക്കാനാണ് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ശരി, അമ്മ ഈ വയസ്സാങ്കരുത് ഇതുപോലുള്ള ഒരു ജോലിയും ചെയ്യേണ്ട. ഒന്നാമത് മനസ്സിന് വയ്യാതിരിക്കും അമ്മ. അവരെ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോട്ടെ, ഞാൻ ചെയ്തോളാലോ. എനിക്ക് ആ ജോലി ചെയ്യുന്നതിൽ ഒരു മടിയില്ല. പക്ഷേ അമ്മയെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ആര് തന്നെ പറഞ്ഞാലും ശരി എന്നും പറഞ്ഞ് പത്മിനി അവിടെ ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഫോണിൽ എന്തോ വീഡിയോ ഒക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് കൽപ്പന ഉർവശി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അപ്പോഴാണ് അവർ ഈ കാഴ്ച കാണുന്നത്. അതുകൊണ്ട് ഉർവശി അങ്ങോട്ടേക്ക് ചെല്ലണേ, അല്ല ഇതെന്താ ഏട്ടത്തി എന്തിനാ ഈ ജോലി ചെയ്യുന്നത്? ഏട്ടത്തി അടുക്കളയിൽ ചെയ്യാൻ ജോലിയൊന്നുമില്ലേ? അത് പിന്നെ ഉർവശി അമ്മ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ, അതിനെന്താ അമ്മയോടാ ഞാൻ ഈ ജോലി ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ ഏട്ടത്തിയോടല്ല. സാരമില്ല, ഇത് ഞാനിപ്പോൾ തീർത്തോളാം, എന്നിട്ട് അടുക്കളയിലേക്ക് പൊക്കോളാം. അതെ ഏട്ടത്തി, ഞാൻ ആ ജോലികളൊക്കെ ഭാഗം വെച്ച് തരുന്നത്. അക്കാര്യത്തിൽ ഏട്ടത്തി മേൽനോട്ടൊന്നും ഏറ്റെടുക്കാൻ നിൽക്കണ്ട. ഇതിനു മുമ്പും ഏട്ടത്തി തന്നെയായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഞാനാണെന്നുള്ള കാര്യം ഏട്ടത്തി മറക്കണ്ട. അതുകൊണ്ട് ഓരോരുത്തരോട് അവരവരോട് പറഞ്ഞ് ജോലി മാത്രം ചെയ്താൽ മതി. ചേട്ടാ, ഇതിപ്പോൾ നമ്മൾ എല്ലാം നോക്കിക്കൊണ്ട് പിന്നാലെ തന്നെ നടക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ഓരോരുത്തർ അവരുടെ തോന്നിയതുപോലെ ഓരോന്ന് കാട്ടിക്കൂട്ടും. ഏട്ടത്തി ചെന്നേ, അതെ ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കണം. ഇന്നേ ആ സാറാമ്മയുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഈ കുടുംബത്തെ ജപ്തിയുടെ വക്കീൽ നിന്ന് രക്ഷിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ മാന്യത നമ്മൾ കാണിക്കണമല്ലോ. അതുകൊണ്ട് നല്ല രുചിയോടുകൂടി ഭക്ഷണമെല്ലാം തയ്യാറാക്കണം. ഏട്ടത്തി എന്താ വീണ്ടും നോക്കി നിൽക്കുന്നത്? ആ തുണി അങ്ങോട്ട് അമ്മയുടെ കൈ കൊടുത്തിട്ട് ഏട്ടത്തി വേഗം ചെല്ലാനല്ലേ പറഞ്ഞത്? അങ്ങനെ ദേഷ്യത്തിലെ പത്മിനി അവിടെ നിന്നും പോകുക. അന്നേരം ഉർവശി പറയണേ, അമ്മ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? തുടങ്ങിക്കോ, ജോലി ചെയ്തോ. അങ്ങനെ കൽപ്പനയും ഉർവശിയും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശിയുടെ മനസ്സിലാണെങ്കിൽ വരുണിൻ്റെ അധികം അവിടെ നിന്ന് പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഞങ്ങൾ എല്ലാം തിരിച്ചു പിടിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും എന്നുള്ള ആ വാക്കുകളുണ്ടല്ലോ, അതോർത്ത് അതിൻ്റെ ആശ്വാസത്തിൽ മുത്തശ്ശിയോടെ ജോലി ചെയ്യുവാണ്. ഈ സമയം കുറച്ചങ്ങോട്ട് മാറി അവൻ രണ്ടുപേരും സന്തോഷിക്കണേ. എന്നാലും ചെറിയമ്മയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് അവസരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അമ്മയ്ക്കും മുത്തശ്ശിക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം നാൾ അവർ ബാക്കിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എൻ്റെ അമ്മേനെയും മുത്തശ്ശീനെയും പെട്ടെന്നൊന്നും അങ്ങ് ഇല്ലാണ്ടാക്കി കളയല്ലേ ചെറിയമ്മേ. അങ്ങനെ പറഞ്ഞ് അവരെ ചിരിച്ച് സന്തോഷം പങ്കിടുവാണ്. പിന്നീട് കാണിക്കുന്നത് ശരത്ത് കഥ പറയാനായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുവാണ്. അന്നേരം ശരത്ത് അയാളോട് പറയുന്നുണ്ട്, അതെ നിൻ്റെ കഥയൊന്നും അത്ര നല്ലതല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ അകത്തിരിക്കുന്ന 2 പേർക്കുണ്ടല്ലോ, അവർക്ക് 2 ആൾക്കും നിന്നെ ഇഷ്ടപ്പെടണം. അതിനുള്ള രീതിയിലുള്ള സംസാരങ്ങളായിരിക്കണം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ തള്ളക്കൊണ്ടല്ലോ, നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കഥയൊന്നും നോക്കില്ല, നിന്നെ അവർ സെലക്ട് ചെയ്യും. അവരെ കയ്യിലെടുക്കണം മെയിനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാം മനസ്സിലായി ശരത്ത്. എന്നാൽ ശരി, നീ ഇവിടെ നിൽക്കി, ഞാൻ നിനക്കൊരു ഇൻട്രോ കൊടുത്തിട്ട് വേഗം വരാം. അങ്ങനെ പറഞ്ഞ് ശരത്ത് അകത്തേക്ക് ചെല്ലുക. മാഡം, ഞാൻ പറഞ്ഞില്ലേ കഥ പറയാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന്. അയാളത് പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ നീ വിളിക്ക്. തൽക്കാലം അവൻ്റെ കഥ ഒന്ന് കേൾക്കട്ടെ, കൊള്ളാവുന്നതാണെങ്കിൽ സെലക്ട് ചെയ്യാം. ശരി, ആളെ
നല്ല കഥയൊക്കെ എഴുതുന്ന ആളാ, അത്യാവശ്യം നല്ല സിനിമകളും ഉണ്ട്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അങ്ങനെ ശരത്ത് അവിടെ നിന്നും പോകുക. ഈ സമയം പ്രിയങ്ക പറഞ്ഞേ, മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ, കഥ എന്താണെങ്കിലും അയാൾ മുഴുവൻ പറയട്ടെ, അത് കേട്ടതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. ശരി മോളെ. എന്നാലും ഈ സാരിക്കിടെ എനിക്ക് വല്ലാത്ത ചൊറിച്ചിലൊക്കെ തോന്നുവാ. സാരമില്ലെന്നേ, ഈ ഡ്രസ്സിനുമ്പോളെ മുത്തശ്ശി കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. അങ്ങനെ ശരത്ത് അയാളെയും കുട്ടി അങ്ങോട്ടേക്ക് എത്തുവാം. നമസ്കാരം. അയ്യോ, ഇതായിരുന്നോ പ്രൊഡ്യൂസർ മാഡം? എന്താ ഒരു തേജസ്, എന്താ ഒരു ഭംഗി, ആ പ്രൗഢി കണ്ടില്ലേ എന്നും പറഞ്ഞ് വന്ന പടം തന്നെ അയാളുടെ പണി തുടങ്ങുവാണ്. സുകുമാരി അമ്മേനെ പൊക്കി അടിച്ചു വിടുവാണ് കേട്ടോ. ശരത്തെ, നീ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ആദ്യത്തുള്ള ഒരാളെ പ്രതീക്ഷിച്ചതേയില്ല. അന്നേരം ശരത്തെ പ്രിയങ്കനെ പരിചയപ്പെടുത്തുക. ഇതാ നമ്മുടെ ആർട്ടിസ്റ്റ് പ്രിയങ്ക, ഇതിൻ്റെ ഓണറും. ഓ വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, ആ കഥയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച അതേ ഹീറോയിൻ്റെ ഫേസ് കട്ട്. ഇത് വല്ലാത്ത കോയിൻസിഡൻസ് ആയിപ്പോയല്ലോ ശരത്തെ. സത്യം പറയാലോ, ശരത് എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ എന്താണെങ്കിലും വന്ന് കഥ പറയാമെന്ന് വിചാരിച്ചതാ. സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റു 2 പ്രധാനപ്പെട്ട പ്രൊജക്റ്റിൻ്റെ വർക്കിലും തിരക്കിലുമൊക്കെ ആയിരുന്നു ഞാൻ. അതിനുശേഷം പുതിയ 2 പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ചർച്ചയിലുണ്ട്. എന്തു തന്നെയാണെങ്കിലും ശരത്ത് പറഞ്ഞതനുസരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ കാണാൻ തോന്നിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ ഇത്ര നല്ലൊരു ആൾക്കാരെ പരിചയപ്പെടാനും അവരോടൊന്ന് സംസാരിക്കാനും എന്നെക്കൊണ്ട് കഴിഞ്ഞത്. അങ്ങനെ അയാളുടെ സംസാരത്തിൽ പ്രിയങ്ക മുത്തശ്ശി ഫ്ലാറ്റാകുവാണ്. അല്ല, മാഡത്തിൻ്റെ പേരെന്താ? എൻ്റെ പേര് സുകുമാരി അമ്മ. ആ മുഖത്ത് നോക്കി ഇതിന് നന്നായിട്ട് പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? നല്ല പേര്. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ആ കഥ പ്രിയങ്ക എന്ന ക്യാരക്ടറിനെ പോലെ ഒരു പെൺകുട്ടിയെ മനസ്സിൽ കണ്ട ഞാൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥ നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാം. അല്ലാന്നാണെങ്കിൽ എനിക്ക് മറ്റ് 2 വർക്കിൻ്റെ ചർച്ച പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് മുൻപോട്ട് പോയി പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടേ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ. അത് കേട്ടിട്ട് സുകുമാരിയമ്മ പറയണേ, അല്ല ശരത്തിനോട് നിങ്ങൾ ഓൾറെഡി കഥ പറഞ്ഞതില്ലേ, അവൻ കേട്ടതാണല്ലോ, പിന്നെ ഇപ്പോൾ എന്താ സംശയം? നമുക്കിതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകാം. എന്താ പ്രിയങ്ക മോളെ, അങ്ങനെ പോരെ? മതി. ആദ്യം നിങ്ങൾ സ്ക്രിപ്റ്റ് ഒന്ന് കൊണ്ടുവരൂ, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കട്ടെ. ശരത്തിൻ്റെ കൊടുത്താൽ മതി, അതിനുശേഷം ഞങ്ങൾ തീരുമാനം അറിയിക്കാം. എന്നാൽ ശരി. അങ്ങനെ ശരത്തും അയാളും കൂടി പുറത്തേക്ക് പോകുവാണ്. ഈ സമയം സുകുമാരി പറയണേ, എന്നാലും അവനാൾ കൊള്ളാമല്ലേ, നല്ല പെരുമാറ്റമുള്ളവൻ. നമുക്കൊരാളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമല്ലോ ആളുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന്. ശരിയാ മുത്തശ്ശി, എന്താണെങ്കിലും നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്കാം. ഇതേ സമയം ശരത്ത് സംസാരിക്കാൻ വന്ന ആളോട് പറയണേ, എടാ നീ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞല്ലോ, ആ 2 പേരും നിൻ്റെ സംസാരത്തിൽ ഫ്ലാറ്റായി. അന്നേരം ശരത്തിനോട് അയാൾ പറയണേ, അത് പിന്നെ ആ ചാവാളി തള്ളിയാൽ കണ്ടാലറിയാം, നല്ലപോലൊന്ന് പുകഴ്ത്തിയ ആളെ കുപ്പിയിലാക്കി എടുക്കാമെന്ന്. എന്നാൽ പിന്നെ ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ കഥയൊക്കെ ഇത് സെറ്റാക്കി നിൻ്റെ കയ്യിൽ തരാം. ശരിയടാ, ഞാനേ അപ്പോഴേക്ക് അവരെ മാനേജ് ചെയ്തോളാം. എന്നാൽ ശരി, നീ വിട്ടോ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയും യശോദയൊക്കെ ചേർന്ന് ഉച്ചക്കത്തേക്കുള്ള കറിക്കരിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദേവനും ഉണ്ടാകും അവരുടെ ഒപ്പം. എന്താണെങ്കിലും വിദേശത്ത് പോകുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഇവിടെ നിന്ന് തൽക്കാലം 2 പേരും ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണല്ലോ നല്ലത്. മാത്രമല്ല വിദേശത്ത് വരേണ്ട കുറേ സുഹൃത്തുക്കളുള്ളതുമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വരാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അവിടെ നിന്നും കാണാൻ പറ്റും. അല്ലേ മോളെ? അതെ അച്ഛാ, വരണോ അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. എന്താണെങ്കിലും മോളൊരു കാര്യം ചെയ്യണം. വരുൺ ബന്ധങ്ങൾക്ക് എല്ലാവർക്കും വലിയ വില കൊടുക്കുന്ന ആളാ. തങ്ങളുടെ കൂടെയുള്ളവർ തളർന്നു പോയെന്നറിഞ്ഞാൽ വരുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മയുടെ ഏട്ടൻ്റെയൊക്കെ അവസ്ഥ വരുണ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുൺ ഒറ്റക്കൊന്നും ഒരിടത്തേക്കും വരണ്ട. പെട്ടെന്നുണ്ടാകുന്ന ഷോക്കുകളൊന്നും അയാൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴും എന്തിനും ഏതിനും മോളും വരുണിൻ്റെ ഒപ്പം ഉണ്ടാകണം. എനിക്ക് മനസ്സിലായച്ച, വരുണിനോടും ആ വലിയ കുടുംബത്തിനോടും എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. അവരെന്നെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്, എനിക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കുടുംബത്തിന് പ്രശ്നം വരുമ്പോൾ അവർക്ക് എന്തിനും ഏതിനും കൂട്ടായി നിൽക്കേണ്ടത് എൻ്റെ കടമയാണെന്ന്, എൻ്റെ ഉത്തരവാദിത്തമാണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. വരുണിന് മാനസികമായിട്ടുള്ള ധൈര്യവും സപ്പോർട്ടൊക്കെ കൊടുത്ത് ഞാൻ വരുണിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതൊരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് ആ കുടുംബത്തോടുള്ളൊരു കടമീട്ടൽ തന്നെയാച്ചാം. നന്നായി മോളെ, മോളിങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, അതോർക്കുമ്പോൾ അച്ഛനും മോളെക്കുറിച്ച് അഭിമാനമുണ്ട്. ഈ സമയം യശോദ പറയണേ, ദേവേട്ടാ കുറേ മക്കളുണ്ടാവണം, പക്ഷേ അതിനിടയ്ക്ക് ഇതുപോലെ ചിന്തിക്കുന്ന ഒരു മോളും കൂടി വേണം, എന്നാലേ നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും ഉർവശിയും കൽപ്പനയൊക്കെ പുറത്ത് സാറ വരുന്നതും കാത്ത് സാറയെ സ്വീകരിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ സമയം കൽപ്പന ചോദിക്കുന്നുണ്ട്, അല്ല ചെറിയച്ഛൻ എങ്ങനെയാ സാറാ മേടത്തെ പോലെ ഇത്ര വലിയ ആളെയൊക്കെ ആയിട്ട് പരിചയം? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഇതിനു മുമ്പും എനിക്ക് വലിയ കുറേ പേരുമായിട്ട് പരിചയമുണ്ടായിരുന്നു. പിന്നീട് ഏട്ടനും വരണം എന്നെക്കുറിച്ച് ചില കഥകളൊക്കെ പ്രചരിപ്പിച്ചതിലൂടെയാണ് എനിക്ക് അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടത്.
പിന്നെ സാറയോടുള്ള സൗഹൃദം, സാറ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു തരും, എന്താവശ്യത്തിനും കട്ടക കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഒരാളുമായിട്ട് നമ്മൾ പെട്ടെന്ന് സൗഹൃദത്തിലായുമല്ലോ. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉർവശിക്ക് എന്തോ അതൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുഖമൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. ഈ സമയം സാർ അവിടെ എത്തുവാണ്. അങ്ങനെ കാറ് തുറന്ന് അങ്ങോട്ടേക്ക് എത്തിയ സാറ് ചന്ദ്രശേഖരനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയം ഈ കാഴ്ച കൊണ്ട് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഉർവശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ വരുൺ US-ലേക്കുള്ള വിസ ശരിയാക്കാനായിട്ടൊക്കെ പോയിട്ട് നിരാശയോടെ തിരിച്ചെത്തുവാണ്. അന്നേരം രാധ കാര്യം എന്താണെന്ന് തിരക്കുവാണ്. അങ്ങനെ വിസയൊന്നും റെഡിയായില്ല എന്നും US-ലേക്കുള്ള പോകാനുള്ള നമ്മുടെ ആഗ്രഹം അതെന്താണെങ്കിലും മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് വരുൺ പറയുന്നത്. അത് അങ്ങനെ നിരാശയോടിരിക്കുന്ന വരുണിൻ്റെ മുമ്പിലേക്ക് രാധിക ചെല്ലുക. വരുൺ ധൈര്യമായിട്ടിരിക്കുക, തൽക്കാലം US-ലേക്ക് പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നമ്മൾ അവിടെ തുടങ്ങാനിരുന്ന ബിസിനസ് ഇവിടെ അങ്ങ് തുടങ്ങിയാൽ പോരെ. വരുണാണെങ്കിൽ ബിസിനസ് നല്ല പരിചയമുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അന്നേരം വരുൺ ചിരിച്ചുകൊണ്ട് പറയണേ, എടോ രാധികെ, ഞാൻ എല്ലാ അർത്ഥത്തിലും തകർന്നു പോകുമ്പോൾ താൻ എന്നെ വീണ്ടും തിരിച്ച് ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് അല്ലടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനെയും പത്മിനെയൊക്കെ കൊണ്ട് അവിടെയുള്ള ജോലികളൊക്കെ എടുപ്പിക്കുവാണ് കൽപ്പനയും ഉർവശിയും ചേർന്ന്. ഈ സമയം സാറേ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ അവർക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി മുത്തശ്ശിയും പത്മിനിയും തന്നെ അതെല്ലാം ഡൈനിങ് ടേബിൾ എടുത്തു വെക്കുകയും അവർക്ക് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ പരമേശ്വരനും അവിടെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നുണ്ടാകും. അന്നേരം സാറ് ചോദിക്കണേ, അല്ല എന്തിനാ ഇവിടെ 2 സെർവൻസിനെ വെച്ചിരിക്കുന്നത്? മാത്രമല്ല ഇതുപോലെ പ്രായമായ സെർവൻസിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് തന്നെ പത്മിനിനെയും മുത്തശ്ശിയൊക്കെ അതപ്പതിച്ച് ഓരോന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ കേട്ട് ചങ്ക് തകർന്ന് നിൽക്കുകയാണ് പരമേശ്വരൻ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്